സ്നിക്കർ പോലൊരു കേക്ക് കിട്ടിയാൽ അടിപൊളിയായിരിക്കും അല്ലേ? ഈ ഒരു കേക്ക് ഞാൻ കുറച്ച് ഡേയ്സ് മുമ്പ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ, ജസ്റ്റ് കട്ടിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിമ്പിൾ കേക്ക് ഉണ്ടാക്കിയത് നമുക്ക് കാണാം. അപ്പോൾ ഞാനൊരു വലിയ കേക്കിൽ നിന്ന് ഒരു കുഞ്ഞു പീസ് കേക്ക് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും സ്ലാൻഡിങ് പോലെ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. അത് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് വഴുതി പോയിന്ന് ചെറിയ പീസ് ആയതുകൊണ്ട് ഞാൻ നേരിങ്ങനെ നമ്മളൊരു ചോക്ലേറ്റിൻ്റെ ആ ഒരു വലിപ്പത്തിലേക്കാണ് ഈ ഒരു കേക്ക് മുറിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത ശേഷം ഫോണ്ടൻറ്റിലേക്ക് ബ്രൗൺ കളർ ആഡ് ചെയ്തിട്ട് ഞാൻ പരത്തി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഇനി കവർ ചെയ്യണം. ബേസിലേക്ക് താഴെ ഭാഗത്തേക്ക് ഇതുപോലൊരു ഫോണ്ടൻറ്റിൻ്റെ പീസ് വെച്ച് അതിൻ്റെ മുകളിലേക്ക് കേക്ക് വെക്കുക. എന്നിട്ട് മുകളിൽ ഭാഗത്തേക്ക് ഫോണ്ടൻറ്റ് കവർ ചെയ്യുക. എന്നിട്ട് സൈഡെല്ലാം ഒന്ന് മുറിച്ച് കളയാം. എക്സസ് ആയിട്ട് കുറേ ഫോണ്ടൻ്റ് ഉണ്ട്, അതെല്ലാം ഒന്ന് മുറിച്ച് മാറ്റാം. എന്നിട്ട് നമുക്കിങ്ങനെ ഒരു കേക്ക് ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് എന്താ പറയുക വൃത്തിയിൽ അങ്ങ് കിട്ടും. ആ ഒരു ഷേപ്പിലേക്ക് തന്നെ കിട്ടും. അപ്പം ഞാൻ ഈ ഒരു കത്തീനെ കൊണ്ട് പിസ്സ കട്ടറാണ് അതിനെ കൊണ്ടാണ് ഇതുപോലെ മുറിച്ച് കളയുന്നത്. എന്നിട്ട് സൈഡും എല്ലാം മുറിച്ചതാണ് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കേക്ക് ടൂൾ എടുത്തിട്ട് സൈഡിൽ കുത്താക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കുത്തി കൊടുത്ത ഈ ഒരു ചോക്ലേറ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ വര പോലെ ഉണ്ടാവില്ലേ, അങ്ങനെ ആവും. പിന്നെ ഫുഡ് കളർ ബ്രൗൺ എടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ ഒരു നമ്മളെ ചോക്ലേറ്റിൻ്റെ ആ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എഡിബിൾ ഫോട്ടോ പ്രിൻ്റാണ് എടുക്കുന്നത്. സ്നിക്കേഴ്സ് എഴുതിയ എഡിബിൾ ഫോട്ടോ പ്രിൻ്റ് എടുക്കുന്നുണ്ട്. ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ സ്റ്റെയിൻസ് എന്നാണ് ഇത് എടുക്കൽ. അപ്പോൾ എടുത്തു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചു. അതിന് ശേഷം ഞാൻ ഫോണ്ടനെ കൊണ്ട് കുറച്ച് ചെറിയ പീനട്ട് പോലെ കടല പോലെ ആക്കിയിട്ടൊരു 3 എണ്ണം 2 സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒട്ടിച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ സ്നിക്കേഴ്സ് റെഡി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിനൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി മുറിക്കാം, തിന്നാം. അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.